രണ്ടാം ദിവസത്തെ ലേലം വിളി ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് CSKയും രാജസ്ഥാനുമാണ്. രണ്ടുപേർക്കും മികച്ച താരങ്ങളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലേലത്തിൽ വിറ്റുപോയ താരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ആദ്യം വിളിച്ചത് റോമാൻ പവലിനെയായിരുന്നു. കൊൽക്കത്തയാണ് പവലിനെ വാങ്ങിയത് 1,50,00,000. അതേസമയം ഡുപ്ലസിയെ വാങ്ങാൻ RCBക്ക് സാധിച്ചില്ല. ഡൽഹി ചെറിയ വിലയ്ക്ക് ഡുപ്ലസിയെ വാങ്ങിച്ചിരിക്കുകയാണ്. 2 കോടിക്കാണ് ഡുപ്ലസി ഡൽഹിക്ക് വിറ്റുപോയത്. RCB ഡുപ്ലസിയെ വിളിക്കുക പോലും ചെയ്തില്ല. അടുത്ത പ്രാവശ്യം ഡൽഹിയുടെ നീലക്കുപ്പായത്തിലായിരിക്കും ഡുപ്ലസി കളിക്കാൻ പോകുന്നത്. അടുത്തത് വന്നത് സാം കറനായിരുന്നു. സാമിന് വേണ്ടി ആരും തന്നെ രംഗത്ത് വന്നില്ല. എന്നാൽ CSK ഉടനടി സാമിനെ വിളിച്ചെടുത്തു. ചെറിയ തുകയ്ക്കാണ് സാം കറൻ CSKയിൽ എത്തിയിരിക്കുന്നത്. 2,40,00,000 സാം കറനെ CSK വാങ്ങിയത്. ചെന്നൈ ടീമിലെത്തിയാൽ സാം കറൻ ഫോമിലാണ്. പണ്ട് സാം ഉള്ളപ്പോൾ അത് ചെന്നൈക്ക് ഒരു ബലമായിരുന്നു. സാം കറൻ പോയ ശേഷം പിന്നീട് ഫോമൗട്ടായിരുന്നു. വീണ്ടും സാം കറൻ CSKയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം CSK ഒരുപാട് മികച്ച താരങ്ങളെയാണ് വാങ്ങിച്ചിരിക്കുന്നത്, അതും ചെറിയ തുകയ്ക്ക്. അടുത്ത താരം കൃണാൽ പാണ്ഡ്യയായിരുന്നു. പാണ്ഡ്യയ്ക്ക് വേണ്ടി ഒരുപാട് ടീമുകൾ രംഗത്തുണ്ടായിരുന്നു. രാജസ്ഥാനും RCBയുമാണ് ഒരുമിച്ച് വിളിച്ചത്. അവസാനം രാജസ്ഥാന് കിട്ടിയില്ല. കൃണാൽ പാണ്ഡ്യയെ സ്വന്തമാക്കിയത് RCBയാണ്. 5,75,00,000 കൃണാൽ പാണ്ഡ്യയെ RCB വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തത് നിതീഷ് റാണയായിരുന്നു. റാണയ്ക്ക് വേണ്ടിയും ഒരുപാട് ടീമുകൾ രംഗത്തുണ്ടായിരുന്നു. അവസാനം വരെ CSKയും രാജസ്ഥാനും വിളിച്ചു. ഒടുവിൽ രാജസ്ഥാനാണ് നിതീഷ് റാണയെ സ്വന്തമാക്കിയത്. 4,20,00,000. കൊൽക്കത്ത ടീമിന് റാണയെ ആവശ്യമില്ല, അവരെ ഒഴിവാക്കി. എന്തായാലും രാജസ്ഥാൻ ടീം മികച്ച താരങ്ങളെ വാങ്ങിച്ചിരിക്കുകയാണ്. അതുപോലെ CSKയും. ഇനിയും ഒരുപാട് താരങ്ങൾ ഇന്ന് വരാനുണ്ട്. ഇന്ന് അൺസോൾഡായ താരങ്ങൾ അജിങ്ക്യ രഹാനെ, മായങ്ക് അഗർവാൾ, ഷർദുൽ താക്കൂർ, പൃഥ്വി ഷോ, ഗ്ലെൻ ഫിലിപ്സ്, വില്യംസൺ ഇവരിപ്പോൾ അൺസോൾഡായിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.